ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്ന് അച്ചാച്ചൻ ഓഫാണ്. അപ്പം നമ്മൾക്ക് ഇന്ന് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഉപ്പുമാവും പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചു. ഇനി സാറക്കുട്ടി ഉറക്കാണ്, ഇനി അവളെ എടുത്തുകൊണ്ട് വേണം പോവാൻ. അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിനൊക്കെ ഭയങ്കര വേദനയുണ്ട്. അപ്പം ഈ വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു വിശേഷമാണ്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ക്ലിനിക്ക് വന്നു കേട്ടോ ഗൈസ്. അപ്പം അച്ഛൻ അവിടെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. 11:15 അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ സാറക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ ഗ്രാൻഡ് മാളി വന്നു കേട്ടോ. ഗ്രാൻഡ് മാളി വന്നപ്പോഴത്തേൻ്റെ ഈ മീനെ കണ്ടു. അതിൻ്റെ കണ്ണ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വെറുതെ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. ഭയങ്കര വലിയൊരു മീനുമായിരുന്നു. അതിൻ്റെ കണ്ണാണെങ്കിൽ ഭയങ്കര ഒരു ചുമന്ന് ഇങ്ങനെ നമ്മളെ നോക്കി കിടക്കുന്ന പോലത്തെ ഒരു മീനെ. അപ്പം അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താട്ടോ. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങിക്കാൻ പോയത് തന്നെ ഈ ഒരു ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നു. എൻ്റെ അച്ചാച്ചൻ ആ ചട്ടിക്കകത്തൊരു വൻപയർ തോരൻ വെച്ച് ആ ചട്ടി നല്ല കരിച്ച് പുകച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴുകി കളഞ്ഞു. പക്ഷേ അതെന്തോ സംതിങ് പ്രോബ്ലം ആയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മീൻ വെച്ചിട്ട് ആ മീൻ കറിക്ക് ഭയങ്കര ഒരു പുകയുടെ ചുവയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി ചട്ടി പുതിയത് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രാൻഡിൽ പോയിട്ട് ചട്ടി വാങ്ങിച്ചു കേട്ടോ. 39 ദിർഹംസ് ആയിരുന്നു. അപ്പം നാട്ടിൽ ഏകദേശം ഒരു 850 രൂപ 900 രൂപയ്ക്ക് അടുത്തായി. അപ്പം റേറ്റ് കൂടുതലാണ്. പിന്നെ കുഴപ്പമില്ല, നല്ല ചട്ടി കിട്ടി. ഇനിയിപ്പം ഇനി നമ്മൾ ഇതിനെയൊന്ന് ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ചട്ടി. നല്ല ചട്ടിയായിരുന്നു ഗൈസ്. അപ്പം അത് കണ്ടില്ല, ഇതിൻ്റെ അകം കണ്ടില്ല, ഇങ്ങനെ അങ്ങ് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോയി. അപ്പം ഇനി ഇത് മാറോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടാ. കുറേ കഴുകി ഞാൻ തലേന്ന് സോപ്പിനകത്തൊക്കെ കുറേ ഇട്ടൊക്കെ കഴുകി കളഞ്ഞിട്ടും കണ്ടില്ല, ഇങ്ങനെ പാട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു ഗുമ്മു പോരാ. അപ്പം എന്താ ചെയ്യാം, ഇനിയിപ്പം നമുക്ക് പുതിയത് എടുത്തിട്ട് നമുക്കിനി അതിന്ന് മയക്കി എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അമ്മയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചട്ടിക്കകത്ത് പുരട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് പുളിവെള്ളവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി ഊറ്റി കഴിയുമ്പോഴത്തേക്കിനുള്ള നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി ഒന്ന് ഇടയ്ക്കൊക്കെ ഒഴിച്ചൊന്ന് കൊടുത്താൽ മതി. അപ്പത്തേന് ചട്ടി നമ്മൾ മയക്കി എടുക്കുന്നത് സെറ്റാവും എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞാനിത് ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞു തന്ന് ഞാൻ അതുപോലെ ചെയ്യാട്ടോ. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി ആധികാരികമായിട്ട് മണ്ടയ്ക്കൂടെ എല്ലാം തേച്ച് വെക്കുന്നുണ്ട് വെളിച്ചെണ്ണ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതങ്ങ് ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് വന്ന വഴിക്ക് നമ്മൾ ബിരിയാണി പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ബിരിയാണി. ആദ്യമായിട്ടാണ് ഈ കടയിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമുക്ക് മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നേ. അപ്പം എന്താ പറയുക, എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു. കുറേ മാസങ്ങളായിട്ട് എനിക്ക് കാലിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ആദ്യം അതായത് ഉറങ്ങി എണ്ണീറ്റ് അങ്ങോട്ട് നടക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് കാലിന് വേദന എടുത്തിട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ കേട്ടോ. അപ്പം വേദന എടുത്തിട്ട് പിന്നെ എനിക്കൊരു അടി പോലും മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല. ഞാനങ്ങ് വീഴാൻ പോകുന്ന പോലത്തെ ഫീലായിരുന്നു. ഒരു വട്ടം ഞാൻ എന്നിട്ട് ഇരുന്ന് പോയിട്ടോ, എനിക്ക് നിൽക്കത്തുമില്ല നടക്കത്തുമില്ല അങ്ങനത്തെ അവസ്ഥ. പിന്നെ അച്ഛൻ വന്നിട്ട് എന്നെ പിടിച്ച് കട്ടിലൊക്കെ കൊണ്ടെടുത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ തൂത്ത് തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയി. എന്നാലും നമുക്ക് ആ കിച്ചണിലൊക്കെ പോയി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാലിങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നേ. ഒരു ഞരമ്പ് വലിയുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇപ്പം ഞാൻ ഓർത്ത് ഒന്ന് കൊണ്ട് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വെയിറ്റ് കൂടിയതിൻ്റെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരു 10 കിലോയെങ്കിലും കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഫുഡൊക്കെ ഓയില് അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ചിക്കനൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, മധുരം മൈദ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ സൂംബ ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇതിന് മുമ്പും ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ
നമ്മളിങ്ങനെ ഇവിടെ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങുന്നില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് വൈറ്റമിൻ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ യൂറിക് ആസിഡ് അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റിനുള്ളതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അയൺ ഗുളികയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് മസ്റ്റ് കാര്യമായിട്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രോപ്പർ ഡയറ്റ് ഇപ്പം എനിക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് സംഭവം എന്നൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഈവനിങ് ടൈമായി. എവരിഡേയിലോട്ട് പോവാണ് കേട്ടോ, എവരിഡേ സെൻറ്ററിലോട്ട് പോവാണ്. ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പം നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് ടയേർഡായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലാണ് കേട്ടോ, അപ്പോൾ അത് കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതാ നമ്മൾ എവരിഡേ വന്നപ്പോൾ തന്നെ എനിക്ക് കണ്ണിപ്പെട്ടത് ഈ ഒരു ജിമിക്കി സെറ്റാട്ടോ. ഭയങ്കര നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ സെയിം ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ വാവുമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ നല്ല മാച്ചായിരിക്കും. അതുപോലെ തന്നെ ദണ്ട് ഇത്. അപ്പോൾ ഇത് കണ്ടപ്പം പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ നല്ല കളക്ഷൻസൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കാണിക്കുന്നുണ്ട്. ദണ്ട് ഇത് ഇങ്ങനത്തെയൊക്കെ ഞാൻ കുറേ നമ്മുടെ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു ടൈമിൽ സാറക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വലിയ അലമ്പില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ നല്ല ബാംഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അച്ചാച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുപ്പിവളയല്ല, മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് അല്ലല്ലോ, എന്താ പറയുക, സ്റ്റീൽ പോലത്തെ അങ്ങനത്തെ സംഭവം കേട്ടോ. കളർഫുള്ളായിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ എന്താ പറയുക, വലിയ അലിക്കൊക്കെ തൂങ്ങിക്കിടക്കുന്ന കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ്ടേ, അത് ഗോൾഡും വൈറ്റും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് ഇതാണ്, എന്താ നമ്മൾ ഡ്രസ്സിലൊക്കെ ചിലപ്പം ഉടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടുന്നവർ കാണുമായിരിക്കും കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കുറേ നോക്കി, നല്ല രസമുണ്ടായിരുന്നു. എല്ലാം 9.99 10 ദിറംസിൻ്റെ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല അത് സിംഗിളായിട്ടൊക്കെ ഇടാൻ ഒരു കയ്യിൽ ഒരെണ്ണം വെച്ചൊക്കെ ഇടാൻ പറ്റിയ പെയറായിട്ടുള്ളായിരുന്നു കേട്ടോ. അതിനും 10 ദിറംസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കുറേ ബാംഗിൾസും അവിടെ ഉണ്ടായിരുന്ന കമ്മലൊക്കെ നോക്കിയിട്ട് പിന്നെ സാറക്കുട്ടിയും കൊണ്ട് നേരെ നമ്മുടെ ഡ്രസ്സിങ് സെക്ഷനിൽ പോയി. എടുക്കാനൊന്നുമല്ല, എന്നാലും ചുമ്മാ നമുക്ക് പെണ്ണുങ്ങൾക്ക് അതൊരു വികാരമാണല്ലോ. ഇത് ഡെനിമിൻ്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, 10 ദിറംസ് ഉള്ളായിരുന്നു, ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി വാങ്ങിച്ചതായതുകൊണ്ട് പിന്നെ വീണ്ടും അവിടെ പിന്നെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ. പിന്നെ നമ്മളത് നേരെ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും നോക്കാൻ പറ്റില്ല, ഒരുമാതിരി മഞ്ഞ് മൂടിയ അവസ്ഥയാണ് കേട്ടോ. അത്രയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വിശർത്ത് കുളിച്ച് ഒരു മാതിരി പുഴുകി വരുന്ന അവസ്ഥയാണിപ്പം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം എത്ര മണി 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു, 9:15 ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകും. പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി നമ്മൾ 2 എണ്ണമാണ് വാങ്ങിച്ചത്, അപ്പോൾ അത് ബാലൻസ് വീണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ കഴിക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ ഇനി വേറെ ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ മറ്റേത് ഫ്രിഡ്ജ് വെക്കണം, അങ്ങനെ ഒക്കെ മെനക്കേടല്ലേ, ഇരട്ടിപ്പണി ആയതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.